എന്താ സോമ, പാമ്പുണ്ടോ അവിടെ? ഈ ഭാഗത്തുകൂടെ മതിലൊന്ന് കെട്ടണം. ഈ മരം മുറിച്ചാലാണ് ഒരു സൗകര്യമുള്ളൂ. മരം മുറിച്ച പ്രശ്നം തീർന്നില്ലേ? നമുക്ക് ഈ കുറഞ്ഞ ചെലവില് ഉമ്മർഖാന്റെ കയ്യിൽ മുറിക്കാൻ പറ്റിയ ആളുകളുണ്ടോ? ഞാനീ മാരേജ് ബ്രോക്കറാണല്ലോ, അതുകൊണ്ട് പറയണതല്ല. ചെറിയൊരു കമ്മീഷൻ കിട്ടുകയാണെങ്കിലേ ഞാനൊരാളെ വിടാം. 2000 രൂപ കൊടുത്താൽ മതി, അത് പുഷ്പം പോലെ വെട്ടിത്തരും. ഉമ്മർഖാന്റെ കാര്യം ഞാൻ ഏറ്റു. എന്നാ അയാളോട് നാളെ തന്നെ വരാൻ പറയും. ഓ ശരി, എന്നാ അങ്ങനെയാണ്. എത്ര മരം വെട്ടിയ മടാളായത്. പിന്നെ നോക്കി കൊഞ്ഞനം കാണിക്കുക. ഇപ്പൊ കുറ്റിച്ചെടിയെങ്കിലും വെട്ടാൻ കിട്ടുന്നുണ്ടല്ലോ, ഓർത്ത് സമാധാനിക്ക്. ദാ വരണത് വാസുവല്ലേ. നാട്ടുകാർക്ക് മരം മുറിക്കപ്പോ അവനെ വേണ്ടല്ലോ. നമ്മുടെ ബ്രോക്കർ ഉമ്മർക്കല്ല വരുന്നത്. എന്തോ കോളൊത്തിട്ടുണ്ടെന്ന് തോന്നണട്ടോ. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഇപ്പൊ വരാം. ആ വാസു, അന്നെ കണ്ടത് നന്നായി. നിനക്കൊരു ലോക്കലുണ്ട് സോമന്റെ വീട്ടില്. സോമൻ, നിനക്ക് എത്ര സോമൻ അറിയാം? ഇവിടെ ആകെ ഒരു സോമനല്ലേ ഉള്ളൂ, അയാളെന്നെ. അവന് മതില് കെട്ടാൻ വേണ്ടിയാ ഇത്ര വണ്ണണ്ടാ മരം. ഒരു 2000 രൂപ കിട്ടും, അത് പോരെ? മറിക്ക പീസാക്ക, അത്രേ ഉള്ളൂ. പോരെ? അത് ഞാൻ പറയാം, മറ്റന്നാ വന്നേക്കണേ. ശരി. കണ്ടോ, നമ്മുടെ കൺമൂലി വെച്ചാ ഓരോ പണി പോണത്. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. നമുക്ക് വാസു മറ്റന്നാളെ വരുള്ളൂ. ഇത് കഴിഞ്ഞ് നമുക്ക് വീട്ടി സോമന്റെ വീട്ടിലെത്തണം. അതെന്തിനാ? ആ പണിയെ നമുക്ക് പിടിക്കണം. എങ്ങനെയുണ്ട്? ഞങ്ങൾ ഉമ്മർക്ക് പറഞ്ഞിട്ട് വരികയാണ്. നാളെ ഞാനും വരും, എന്റെ കൂടെ ഇവനുണ്ടാവും. 10 മണിക്ക് പൊറോട്ടയും ചായയും, അതിന്റെ കൂടെ ബീഫോ കോഴിയോ, അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ 3 ലിറ്റർ പെട്രോള് മോട്ടറിൽ ഒഴിക്കാനേ. 1/2 ലിറ്റർ ബ്രാൻഡിയും വേണം. അതെന്തിനാ മോട്ടറിൽ ഒഴിക്കാനാ? അതെങ്ങനെ അതിലൊഴിക്കുക? ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ടേ ഞങ്ങൾക്ക് ഒഴിക്കാനാ. അല്ലടാ കുഞ്ഞാപ്പോ. അത് ഞാൻ വാങ്ങണോ? നിങ്ങൾ വാങ്ങണമെന്ന് ആരാ പറഞ്ഞേ? ആരോണ്ടെങ്കിലും വാങ്ങിപ്പിച്ചാ മതി. ഇത്രയല്ലേ ഉള്ളൂ? കഴിഞ്ഞില്ല, മോട്ടറിന്റെ വാടക അത് നിങ്ങൾ കൊടുക്കണം. അപ്പൊ അതൊന്നും നിങ്ങളുടെ കയ്യിലില്ലേ? അതൊക്കെ ഇപ്പൊ വാടകയ്ക്ക് കിട്ടുമല്ലോ. അത് എത്രയാവും? ഒരു 600-700 അത്രേ ഉള്ളൂ. പണി ഉച്ചയാകുമ്പോഴേക്കും തീരും. അഥവാ തീർന്നില്ലെങ്കിൽ ചോറോ ബിരിയാണിയോ, അത് നിങ്ങളുടെ ഇഷ്ടം. അത് എന്റെ ഇഷ്ടമാണല്ലേ. പണി കഴിഞ്ഞ ഒരു 3500 രൂപ അത് ഞങ്ങളുടെ കയ്യിൽ തരിക. പിടുത്തം വിട്ടു. 3500 രൂപയെ? ഉമ്മർക്ക് പറഞ്ഞ 2000 രൂപയുള്ളോ? ഉമ്മർക്ക പറഞ്ഞത് എന്റെ മാത്രം കൂലിയാണ്. എന്റെ കൂടെ ഉള്ളവന് 1500 രൂപ. വെട്ടിമാറ്റ ആള് വേണ്ടേ? വീണ മരം പീസാക്കി തരും, അത് മാറ്റിയിടൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിൽ വേറെ എമൗണ്ട് ആവും. ഞാനിപ്പതേ വെട്ടാതെ മതിൽ കെട്ടിയാലോ എന്ന് ആലോചിക്കും. അത് വലിയ മണ്ടത്തരായി പോവും. അതെന്താ? ഈ മരത്തിന്റെ വേര് പടർന്നിട്ടേ മതില് പൊളിയില്ലേ. ഇനിയിപ്പോ കാറ്റത്തും മഴയത്തും മരം ചെരിഞ്ഞ് ലൈൻ കമ്പിയിലോട്ട് വീണാലോ? പോസ്റ്റിന് 15000, കമ്പിക്ക് വേറെ, അത് കുഴിച്ചിട 6000, സർവീസ് ചാർജ്. എങ്ങനെ നോക്കിയാലും ഒരു 10-30,000 രൂപ പൊട്ടും. ഇങ്ങക്ക് അറിയാലോ KSEBിയുടെ കാര്യം. ഓ മതി മതി,
കേൾക്കുമ്പോ തന്നെ തല കറങ്ങണു. എന്നാ പിന്നെ നാളെ തന്നെ വന്ന് മരം മുറിച്ചതാ. നാളെ തന്നെ വന്ന് മരം മുറിച്ചിടാ അല്ലേ? ശരി. വാടാ കുഞ്ഞാപ്പോ. ഒക്കെയാണ് അയാളോട് പറഞ്ഞത്. എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. ഇതൊക്കെ കേട്ട ഏത് വാപ്പിയും മരം വെട്ടിക്കിടോ. അങ്ങോട്ട് മാറുന്നോ? മണ്ടേപ്പുറം വീഴണ്ട. പിടിച്ചോ അവിടേക്ക് പിടിച്ചോ. ആ പിടിക്ക്. വെക്ക്, കൈ വെക്ക്. വെക്ക്, പിടി. കൊത്തട്ടെ, കൊത്തട്ടെ, കൊത്തട്ടെ. ഒന്ന് കൂടി. എന്നാ, എന്നാ. വെയ്ക്കണ പണിയെടുത്താ പോരെ. ഉള്ള പൈസ ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വന്നായിരുന്നു. സോമ, സോമ, സോമ. ആ, ഒരു മിനിറ്റ്. താൻ പറഞ്ഞ മരം മുറിക്കാൻ ആള് വന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു വിട്ട ആൾക്കാർ വന്ന് മരം മുറിച്ചു പോയല്ലോ. ഞാൻ ഇയാളല്ലേ ഏൽപ്പിച്ചത്. നിങ്ങൾ പറഞ്ഞു വിട്ടാണ് പറഞ്ഞിട്ട് രണ്ടാള് വന്ന് പണിത് പോയി. ഒരു തടിയുള്ള ആളും ഒരു തടി ഇല്ലാത്ത ആളും ആണോ? അവരെന്നെ. അത് നമ്മുടെ കുട്ടനും കുഞ്ഞാപ്പും വെച്ച പണിയാണ്. എന്നിട്ട് എത്ര കൊടുത്തു? രൂപ 6000 കടന്നു. 2000 തീരേണ്ട കേസായിരുന്നില്ലേ അത്? അവര് വന്നപ്പോഴെങ്കിലും എന്നെ ഒന്ന് അറിയിക്കാമായിരുന്നില്ലേ? പറ്റിപ്പോയി മറുക്ക. ഇങ്ങനത്തെ ആൾക്കാരുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പറ്റിയത് പറ്റി. തട്ടിപ്പുകാരെ മനസ്സിലാക്കി ഇനിയെങ്കിലും നോക്കിയും കണ്ടും ഓരോന്ന് ചെയ്യേ. ശരി, ഞാൻ വരട്ടെ. നാട്ടുകാരുടെ പൈസ നമ്മുടെ പോക്കറ്റിലെത്തണമെങ്കിലേ എന്തെല്ലാം റിസ്ക് എടുക്കണം.